മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ചർച്ചയാണ്. എന്തായാലും ഈ എക്സിറ്റ് പോളുകളുടെ ഒരു കണക്കെടുക്കുമ്പോൾ നെക്കാണ്. ആക്സിസ് ഇന്ത്യ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഒരു 4-5 സീറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ സ്വാഭാവികമായും അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്ന് പോലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ UDF-ൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് PR വർക്കുകളുടെ മേളമാണ്. ഇന്നിപ്പം വി ഡി സതീശന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്സിസ് ഇന്ത്യയിൽ വി ഡി സതീശനാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇന്നിപ്പം KC വേണുഗോപാൽ കഴിഞ്ഞ 60 ദിവസത്തിൽ ഏറ്റവും സ്വാധീനിച്ച നേതാവ് ആരാണ് എന്നുള്ളതിൽ KC വേണുഗോപാലിൻ്റെ പേര് പറയുന്നു, പോൾ മന്ത്ര. അപ്പോൾ ഈ മുഖ്യമന്ത്രിയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുന്ന സാഹചര്യം വന്നാൽ അടിയോടടിയാകാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് മറ്റു പല സംസ്ഥാനങ്ങളിലും കണ്ട പോലെ തന്നെ അവസാനം ഹൈക്കമാൻഡ് സ്വാഭാവികമായിട്ട് ഹൈക്കമാൻഡാണല്ലോ ഇതിന് തീരുമാനം എടുക്കുക. പക്ഷേ ഒരു പക്ഷേ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം തന്നെയായിരിക്കും അന്തിമമാവുക. നമ്മൾ ഈ പറയുന്ന ചിത്രം തന്നെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. KC വേണുഗോപാൽ ചിലപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കും. കാരണം നമ്മുടെ മുമ്പിൽ പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ 2018 ഒരു വർഷമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കിയാൽ മതി. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഇവിടെയൊക്കെ ഇതേ വിഷയങ്ങളുണ്ട്. 2-ൽ കൂടുതൽ നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് 2018 ഭൂപേഷ് ബഘേലാണ് മുഖ്യമന്ത്രിയായത്. പക്ഷേ അദ്ദേഹം PCC പ്രസിഡന്റായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സണ്ണി ജോസഫാണല്ലോ ക്ലെയിം വരികയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം PCC പ്രസിഡന്റായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു TS സിംഗ്ദേവ്. അദ്ദേഹം ആ സർക്കാരിൽ മന്ത്രി മാത്രമാണ് ആയത്. അതേ സമയത്ത് തന്നെയാണ് രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. രാജസ്ഥാനിൽ അന്ന് അശോക് ഗെഹ്ലോട്ട്, ഇപ്പോൾ KC വേണുഗോപാൽ ഇരിക്കുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. പക്ഷേ KC വേണുഗോപാൽ ചെയ്ത പോലെ കുറച്ചുകൂടി ബുദ്ധിപരമായ തീരുമാനം എടുത്തു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടന്ന ഏതാണ്ട് നവംബർ മാസത്തിലാണ് 2018. അദ്ദേഹം ജനുവരി മാസത്തിൽ തന്നെ ഈ പരിപാടി അവസാനിപ്പിച്ച് രാജസ്ഥാനിലേക്ക് തിരിച്ചു പോയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിക്കുകയും ചെയ്തു. അന്ന് അവിടെ BJP-യോട് തവിട് പൊടിയായതാണ് 2013 കോൺഗ്രസ്. ആ പാർട്ടി അവിടെ മൊത്തത്തിൽ കൊണ്ടുനടന്നത് സച്ചിൻ പൈലറ്റാണ്. അദ്ദേഹം PCC പ്രസിഡന്റായി പിന്നീട്. പക്ഷേ അദ്ദേഹം ഡെപ്യൂട്ടി ഉപമുഖ്യമന്ത്രിയായിട്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതിനുശേഷം അവിടെ കടന്ന കോലാഹലങ്ങൾ നമുക്കറിയാം. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രീതിയിൽ തന്നെ വിട്ടു നിൽക്കുന്ന സാഹചര്യമൊക്കെ തന്നെ അന്നുണ്ടായി. BJP-യിൽ ചേർന്നേക്കുന്ന കഥകൾ വരെ അന്ന് പ്രചരിക്കുകയൊക്കെ ചെയ്തതാണ്. സമാനമായ വിഷയം അന്ന് മധ്യപ്രദേശിലുണ്ടായി. കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും കൂടി അവകാശവാദം ഉന്നയിച്ചു. അന്ന് PCC പ്രസിഡന്റ് തന്നെ മുഖ്യമന്ത്രിയായി. PCC പ്രസിഡന്റ് കമൽനാഥ് ആയിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം ആ പദവി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ 2019 തോൽക്കുകയും അദ്ദേഹം പാർട്ടി വിടുകയൊക്കെ ചെയ്യുന്നു. ഗുണ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് തട്ടകത്തിൽ തോക്കും, പിന്നെ BJP പോകുന്നു. അതുപോലെ കർണാടക നമുക്ക് മുമ്പിൽ വേറൊരു ഉദാഹരണമായിട്ടുണ്ട്. അന്ന് DK ശിവകുമാർ ക്ലെയിം ചെയ്ത് നമുക്കറിയാം. ആ ക്ലെയിം ഇപ്പോഴും നിൽക്കുകയാണ്, അവിടെ ഇപ്പോഴും പ്രശ്നം നിൽക്കുകയാണ്. ഇന്ന് പോലും കറക്കെ പ്രതികരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ലെന്ന്. അതുപോലത്തെ ഒരു കാര്യത്തിലേക്ക് കേരളം അതുപോലെ വലിയ പൊട്ടിത്തെറി എന്നല്ല പറയുന്നത്, പക്ഷേ അതുപോലെ അവകാശവാദം ഈ പല നേതാക്കളുടെ ഭാഗത്ത് ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ VD സതീശൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ VD സതീശൻ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചിത്രത്തിലില്ലാത്തൊരു നേതാവായിരുന്നു. രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതാവ് നമ്മളെ കരുതിയതാണ്. പക്ഷേ VD സതീശൻ KC വേണുഗോപാലിൻ്റെ അനുഗ്രാഹ്യത്തോടു കൂടി രമേശ് ചെന്നിത്തല മാറ്റിയിട്ടാണല്ലോ വരുന്നത്. ഇപ്പോൾ അതേ KC വേണുഗോപാലും VD സതീശനും VD സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ഏതായാലും ക്ലെയിം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ തുടരും. കാരണം ഉമ്മൻചാണ്ടിയുടെ പിന്തുണ ആർക്കായിരുന്നു? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ആവട്ടെ എന്നായിരുന്നു. അതുപോലെ രമേശ് ചെന്നിത്തല തന്നെ തുടരുമെന്നൊരു ഘട്ടത്തിലാണല്ലോ ഹൈക്കമാൻഡ് തീരുമാനമാണല്ലോ ഇതിനകത്ത് അന്തിമമായത്. അത് തന്നെയാണ് പറഞ്ഞത്. ഇത്തവണ UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഹൈക്കമാൻഡിന്റെ റോൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന നിലപാട് തീർച്ചയായിട്ടും നിർണായകമായിരിക്കും. KC വേണുഗോപാൽ അതുകൊണ്ട് വരില്ല എന്ന് നമുക്ക് ഒരു ഘട്ടത്തിലും പറയാൻ കഴിയില്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉദാഹരണമായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ പറയുന്ന 2-3 നേതാക്കൾ, തലയെടുപ്പുള്ള നേതാക്കൾ ഓരോ സ്ഥലത്തും ഉണ്ട്. അവരെല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്നത് എല്ലാ കാലത്തും കോൺഗ്രസിന് ഈ ഒരു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ടാക്കിൾ ചെയ്തിട്ടുമുണ്ട്. ഇവിടെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനു മുമ്പ് മുൻകാലങ്ങളിൽ UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ട കാലത്ത് K കരുണാകരൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, AK ആന്റണി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇവിടെ കൃത്യമായി അവിടെ ഒരു തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ ഇന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയായിരുന്നു ഇത്ര നാളുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് വന്നത്. ഇത്തവണ അതല്ല സ്ഥിതി, അത് മനസ്സിലാക്കണം നമ്മൾ. സ്വാഭാവികമായിട്ടും ഒരു ലീഡർ എന്ന് പറയുന്ന നിലയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ 3 പേരും സ്വാഭാവികമായിട്ട് ക്ലെയിം ഉന്നയിക്കാൻ 3 പേരെയും കുറ്റം പറയാൻ പറ്റില്ല. 3 പേർക്കും ഇതിന് അവസരം ആവശ്യമുള്ളവരാണ് 3 പേരും. പക്ഷേ കഴിഞ്ഞ അസാധാരണമായ 10 കൊല്ലം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ഒരു UDF-നെ ഇത്രത്തോളം മുന്നോട്ട് നയിച്ച് കഴിഞ്ഞ 5 വർഷം കൃത്യമായി അതിൽ എല്ലാവർക്കും പങ്കുണ്ട്. വീണ്ടും എടുത്തു പറയുന്ന എല്ലാവർക്കും പങ്കുണ്ട്. ആ കഴിഞ്ഞ 5 വർഷം അത് സ്വാഭാവികമായും VD സതീശൻ എന്ന ഒരാളെ കൂടി കണ്ടിട്ടാണ് ഇത്തവണ പ്രചരണത്തിലൂടെ അവർക്ക് കുറച്ചെങ്കിലും വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒരു നീതികേടായിരിക്കും അല്ലെങ്കിൽ എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നതെങ്കിൽ പോലും അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഇത്തരത്തിൽ
ചർച്ചകളൊന്നും തന്നെ ഇവർക്കിടയിൽ ഉണ്ടായിട്ടില്ല. ഇത് PR വർക്ക്, അവരുടെ അണികൾ വന്നിങ്ങനെ ഓരോ ഇടങ്ങളിൽ സോഷ്യൽ മീഡിയയിലാകട്ടെ, ഭിത്തിയിലാകട്ടെ, ചുമരിലാകട്ടെ, ഫ്ലെക്സ് ആകട്ടെ, ഇത്തരം സംഗതികളൊക്കെ നടക്കുന്നു. നേതാക്കളുടെ അത് വന്നതിന് ശേഷമാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തല പരസ്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ സതീശിൻ്റെയും വേണുഗോപാലിൻ്റെയും ഒക്കെ ഈ സർവേക്ക് ശേഷമുള്ള സംഗതികളൊക്കെ പുറത്തു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഉചിതമായ തീരുമാനം ഒടുവിൽ ഹൈക്കമാൻഡ് തന്നെ ആകും എടുക്കുക. ആ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമായിരിക്കും കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത്. അവിടെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെ സാധ്യതയില്ല. രാജസ്ഥാനിലെയും മധ്യപ്രദേശിലേക്ക് സ്വാഭാവികമല്ലേ? അത് 3 നേതാക്കന്മാർ കാരണം അതുപോലെ അവിടെ ഈ സഖ്യകക്ഷികൾക്ക് വലിയ റോൾ ഇല്ലാത്ത, പക്ഷേ ഇവിടെ UDFന്റെ ഒരു അല്ലെങ്കിൽ എന്ന് പറയുന്നത് ലീഗാണ്. ഇന്നിപ്പോ തങ്ങളുടെ പ്രതികരണം, പാണക്കാട് തങ്ങളുടെ പ്രതികരണം നോക്കിയാൽ മതി, അത് സതീശിനെ പിന്തുണച്ചുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിനെ പോലൊരു പാർട്ടിയെ കൂടി കേട്ടുകൊണ്ടേ ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിന് ഒരു ഒറ്റ അടിക്ക് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന്. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, ഇപ്പൊ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണ് KC വേണുഗോപാൽ മതിയെന്ന്. ലീഗ് അതിന്റെ എതിരഭിപ്രായം പറയാൻ പോകുന്നില്ല. അവർ അതിന് മുമ്പ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് VD സതീശൻ വരാനാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പല ഭാഗത്തും ഈ പ്രഷർ ഉണ്ടാവും. ഇപ്പൊ VD സതീശന്റെ ഭാഗത്തും സ്വാഭാവികമായിട്ടും പ്രഷർ ഉണ്ടാവുമല്ലോ ഹൈക്കമാൻഡിന് മുകളിൽ. ഇപ്പോൾ VD സതീശൻ KC വേണു ആവട്ടെ എന്ന് പറയുമ്പോൾ അത് നേരെ ഒന്ന് കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് മുൻപായി അദ്ദേഹത്തിന്റെ ഭാഗത്തും ചില നീക്കങ്ങൾ കോൺഗ്രസ് നമ്മൾ കാണാറുണ്ടല്ലോ. സോണിയാഗാന്ധിയുടെ വസതി പോകുന്നു, രാഹുൽ ഗാന്ധിയുടെ വസതി പോകുന്നു, തിരിച്ച് കേരള ഹൗസ് വരുന്നു, തിരിച്ച് വീണ്ടും പോകുന്നു. അതുപോലെ പലതരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ VD സതീശന് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ലീഗിന്റെ ഈ നിലപാട് ഗുണം ചെയ്യുമായിരിക്കും. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഒരു ഐക്യ ഗ്രൂപ്പ് രൂപപ്പെട്ടു എന്ന് ഇപ്പോൾ തന്നെ നമ്മുടെ വാർത്തകൾ വരുന്നുണ്ട്. കെ സുധാകരനും KC വേണുഗോപാലും ഒക്കെ ആയി ബന്ധപ്പെട്ട്. പക്ഷേ KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായി എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയും VD സതീശനും പോലും ഒരുപക്ഷെ ഒരുമിച്ച് നിന്നേക്കും തോന്നുന്നു. കാരണം KC വേണുഗോപാൽ ഇങ്ങോട്ട് വരുന്നതിന് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പ്രായോഗികമല്ല. വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുകയല്ല, ഞാൻ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കും ഞാൻ പറയുന്നത്, ആദ്യം എതിർക്കാൻ വേണ്ടി. ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം വന്നാൽ അത് സ്വാഭാവികം അംഗീകരിക്കുക മാത്രമല്ല. ഇപ്പൊ ഞാൻ ഒടുവിൽ കർണാടകത്തിൽ നടന്ന പോലും എന്താണ്, സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി DK ശിവകുമാർ ഈ പറഞ്ഞതുപോലെ തന്നെ ക്ലെയിം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും അവിടെ നിൽക്കുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിയോട് മന്ത്രിസഭയോട് ഒന്നിച്ചും ചേർന്നാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അത് ഇവിടെ ഒരു കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം വന്നാൽ ആ തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ആ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഒരാളുടെ പേര് മുന്നോട്ട് വയ്ക്കുന്നു. ആ മുഖ്യമന്ത്രി മറ്റു 2 പേർക്കും അതിനുള്ള അക്കോമഡേഷൻ അല്ലെങ്കിൽ ഉണ്ടാക്കും. അത് സൃഷ്ടിച്ച ശേഷം മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. എന്തായാലും എനിക്കൊന്നും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും പോലൊന്നും BJPയിലേക്കൊന്നും കേരളത്തിലെ സാഹചര്യത്തിൽ പോകുന്ന ഒരു സാഹചര്യമില്ല. കാരണം അത് കർണാടക വരെയേ ഉള്ളൂ. കോൺഗ്രസ് നേതാക്കൾ ഒന്ന് തെറ്റിയാൽ BJPയിലേക്ക് പോകുന്ന സാഹചര്യം എന്ന് തോന്നുന്നു. കേരളത്തിലേക്ക് വരുമ്പോഴത്തേന് അധികാരം കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ ഈ ടൈമിൽ കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ അത്തരം ചില സാഹചര്യം ഉണ്ടായേക്കാൻ നമുക്ക് അങ്ങനെയൊക്കെ കണക്ക് കൂട്ടാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ന് വന്ന് ഈ പോൾ മന്ത്രയുടേത് കൃത്യമായിട്ടൊരു ആ സർവേ, ആ ചെയ്യിപ്പിച്ച സർവേ ആണോ എന്ന് തോന്നുന്ന സർവേയാണ്. കാരണം കഴിഞ്ഞ 60 ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും സ്വാധീനിച്ച നേതാവ് KC വേണുഗോപാൽ ആകുന്നത് എങ്ങനെയെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. അതൊരിക്കലും VD സതീശനേക്കാൾ കണ്ണടച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ആ സർവേ ചെയ്യിപ്പിച്ച സർവേ ആകാൻ ഒരു PR വർക്കിന്റെ ഭാഗമായിരിക്കാം ഈ സർവേ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു വർഷം അറിഞ്ഞ് ചെയ്യേണ്ടതൊന്നും ആയിരിക്കില്ല. പോൾ മന്ത്രി 21.4%, 16.2% VD സതീശൻ. ശരിയാണ്. അത് നമുക്കത് കാണുമ്പോഴേ നമുക്ക് തോന്നുന്നു എന്ത് ഇതെന്നുള്ള നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നൽ വരും. പക്ഷേ ട്വിറ്റർ ഹാൻഡിൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പുതിയ പേജാണ്. അതിനകത്ത് ആകെ അതിന്റെ ആധികാരികത ഒന്നും നമുക്കറിയില്ല, നമ്മളെ തള്ളി പറയാനും ആളല്ല. പക്ഷേ 13 ഫോളോയിങ്ങും 140 ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ്. പക്ഷേ ആ പേജ് ട്വിറ്റർ ഹാൻഡിൽ 2019 മുതൽ ഉള്ളതാണ്. പക്ഷെ അധികം വലിയ ചർച്ച, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇത്തരം ഒരു ഏജൻസിയുടെ ട്വിറ്റർ ഹാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ ഫോളോവേഴ്സ് ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ പോൾ മന്ത്രിയുടെ ഈ പേജ് നോക്കുമ്പോൾ അത്തരം ഒന്നും കാണാൻ. മറ്റൊന്ന്, നമ്മൾ ഈ ആക്സിസ് മൈൻഡി ആണല്ലോ നമ്മൾ ഈ സർവേകളിൽ UDFന് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രവചിക്കുന്നത്, ഒരു വ്യക്തമായിട്ടുള്ള ഒരു മെജോറിറ്റി പ്രവചിക്കുന്നത് ആക്സിസ് മൈൻഡിയാണ്. അതിൽ VD സതീശന് 25% ആളുകളുടെ പിന്തുണ, രമേശ് ചെന്നിത്തലയ്ക്ക് 8, KC വേണുഗോപാലിന് 3, ശശി തരൂരിന് 1, പിന്നെ ആര്യ വന്നാലും പിന്തുണയ്ക്കുന്ന 11% ആളുകൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഒരു നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായും VD സതീശൻ തന്നെയാണ് കൂടുതൽ പിന്തുണ അണികളിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് സമവാക്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ സ്വാഭാവികമായും അതിൻ്റെ അകത്ത് VD സതീശന് ലഭിച്ചിരിക്കുന്ന ശതമാനക്കണക്ക് അതൊരു വാലിഡ് ആയിട്ടുള്ള ശതമാനക്കണക്കാണല്ലേ സാധ്യത, 20% എന്ന് പറയുന്നത്. പിന്നെ ഏതായാലും ഈ സർവേ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി
കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇത്തരം ചർച്ചകൾക്കൊരു ഊർജിതമായ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് വലിയ ഒരു സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കാലം നിർജ്ജീവമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന്, അല്ലെങ്കിൽ പാർട്ടിയിൽ അധികാരത്തിലില്ലാത്ത അവസ്ഥയിൽ നിർജ്ജീവമായി നിൽക്കുന്ന അവസ്ഥയെന്ന് പറയുമ്പോഴും അങ്ങനെയല്ല, ഇവിടെ ആളുകളുണ്ട്, ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന ഒരു ചർച്ചകളിലൊക്കെയാണ് ഈ ഘട്ടത്തിൽ വേറൊരു തരത്തിൽ നമുക്ക് ചിന്തിച്ചു. വേറൊരു കാര്യം കൊണ്ടതിനകത്ത് ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ സർവേകളുടെ ഒരു ചരിത്രം എടുത്താൽ അതിനകത്ത് വേറൊരു കണക്ക് കൂടിയുണ്ട്. അതായത് LDF ഏതൊക്കെ സർവേകൾ LDF വന്നിട്ടുണ്ടോ ആ സർവേകളിൽ ഒരു 10 സീറ്റ് കൂടുതൽ LDF എല്ലാ കാലത്തും കൂടുതൽ കിട്ടിയ ചരിത്രം മാത്രമേ ഉള്ളൂ. അല്ല അത് ഞാൻ പറഞ്ഞത് അങ്ങനെ സർവേയിൽ അങ്ങനെ അങ്ങോട്ട് LDF പ്രവർത്തകർ അഭിനമിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. അല്ല ഞാൻ ഉണ്ടായിക്കോട്ടെ, അല്ല അതും കൂടെ അവരുടെ അറിവിലേക്ക് അതും കൂടെ പറയുകയാണ്. കേരളത്തിന്റെ സർവേ ചരിത്രം എടുക്കുകയാണെങ്കിൽ LDF എത്രയൊക്കെ സീറ്റ് പ്രവചിച്ചിട്ടുണ്ടോ അതിനേക്കാൾ 10 സീറ്റ് അധികം കിട്ടിയിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പം വന്നേക്കുന്ന LDF 65 ചെയ്യാൽ അധികാരം കിട്ടില്ല. KC വേണുപോലെ തന്നെ പറഞ്ഞത് സർവേകളെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് പിന്നെ തള്ളുന്നില്ല, അത് നമ്മൾ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഇത്രയും സർവേകൾ വന്നതിൽ 10 സർവേകളോളം റിലയബിൾ ആയിട്ടുള്ള വരുന്നു പറയുന്നു. ആ സർവേകൾ വരുമ്പോൾ ഇത് UDF എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ അതിനെ തള്ളേണ്ട കാര്യമില്ല. പക്ഷേ പോസ്റ്റ്മോൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇത്തരം സർവേ ഫലങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു വാക്കാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. KC വേണുഗോപാൽ പ്രധാനപ്പെട്ട കാര്യം ആ സർവേയിൽ തന്നെ VD സതീശന് 25% ആളുകളുടെ പിന്തുണയുണ്ട്. KC വേണുഗോപാൽ 3% ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമാണ് ഈ സർവേ ഞാൻ പറയുന്നത്. അതായത് ആക്സിസ് മൈൻഡിയുടെ സർവേക്ക് പകരമാണ് ഇന്നത്തെ പോൾ മന്ത്രിയുടെ സർവേ. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ഒരു കൊല്ലത്തെ ഒരു ചരിത്രം എടുത്ത് തന്നെ പല ആളുകളും അവർക്ക് വേണ്ടിയുള്ള സർവേ, ശശി തരൂർ ഒരു സർവേ നമ്മൾ കണ്ടതല്ലേ, ശശി തരൂർ ഷെയർ ചെയ്തൊരു സർവേ, അന്ന് 28% ആളുകൾ ശശി തരൂർ മുഖ്യമന്ത്രി ആകണമെന്നും 15% ആളുകൾ VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നും പറയുന്ന സർവേ പുറത്തു വന്ന ഒരു ചരിത്രം കൂടിയുണ്ട്. PV അൻവർ ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ സർവേയുടെ അടിസ്ഥാനത്തിൽ കൂടിയ ഈ കോൺഫറൻസ് പറയുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് സമയമില്ല. PV അൻവറിൻ്റെ സർവേയും PV അൻവറിൻ്റെ വാക്കുകളൊക്കെ ഒരുപോലായി പോകുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം. ഏതായാലും ഇലക്ഷൻ ഇനി നമുക്ക് റിസൾട്ട് അറിയാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ആരധികാരത്തിൽ വരും, സർവേയുടെ ആധികാരികത എന്താണ് എന്നൊക്കെ നമുക്ക് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അറിയാം. അതുവരെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ തുടരുക തന്നെ ചെയ്യും. നമുക്ക് നാളെ മറ്റൊരു മണ്ഡലവും ഇതുപോലെയുള്ള മറ്റു വിഷയങ്ങളുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.